സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുഅ്ജിസത്ത് ആ വിഷയത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാനും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയത്. മഹാന്മാരായ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ജനങ്ങളെ സത്യദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ ദൈവദൂതന്മാരാണെന്നതിന് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് ജനങ്ങൾ വെല്ലുവിളിക്കുന്ന സന്ദർഭത്തിൽ പ്രവാചകന്മാർക്ക് സത്യദീനിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് സഹായകമെന്നോണം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ കൈക്ക് വെളിപ്പെടുത്തുന്ന ദൃഷ്ടാന്തങ്ങൾ, അത്ഭുത കൃത്യങ്ങൾ, അതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത് എന്ന് വിശദീകരിക്കപ്പെടുകയുണ്ടായി. ആ മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് പല പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വിശദമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ചില വസ്തുതകൾ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായും മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചില ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചുമായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇതേപോലെ തന്നെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വെല്ലുവിളിയുണ്ടായപ്പോൾ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈക്ക് വെളിപ്പെട്ട ഒരു മഹാ അത്ഭുത സംഭവമായിരുന്നു പാറക്കൂട്ടത്തിനുള്ളിൽ നിന്ന് തടിച്ചു കൊഴുത്ത കാണാൻ ഭംഗിയുള്ള നല്ലൊരു ഒട്ടകം പുറത്തു വന്നു എന്നുള്ളത്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പ്രവാചകൻ സമൂദ് ഗോത്രക്കാരിലേക്ക് നിയുക്തനായ പ്രവാചകനായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ വിവിധ സ്ഥലങ്ങളിൽ ആ പ്രവാചകന്റെ ചരിത്രം പറയുന്നുണ്ട്. സൂറത്തുൻ നംലിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ സമൂദ അഖാഹും സാലിഹാ അൻ ഇഅ്ബുദുല്ലാഹ്. സമൂദ് ഗോത്രത്തിലേക്ക് നാം അയച്ചു അഖാഹും, അവരുടെ സഹോദരൻ, അവരിൽപ്പെട്ട തന്നെയുള്ള സാലിഹ് എന്ന മനുഷ്യനെ. അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക, എന്റെ കൽപ്പനകൾ അനുസരിക്കുക, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് ആ പ്രവാചകൻ തന്റെ ജനതയെ അടിക്കടി ഉണർത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ആ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അദ്ദേഹത്തെ കളവാക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞു, അദ്ദേഹം സത്യദീനിന്റെ പ്രബോധനം നടത്തുമ്പോഴെല്ലാം അവർ അദ്ദേഹത്തോട് പറഞ്ഞു. സൂറത്ത് ശുഅറായിലെ 153-ാമത്തെയും 154-ാമത്തെയും സൂക്തങ്ങളിലൂടെ അല്ലാഹു അക്കാര്യം പറയുന്നു. ഖാലൂ ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ മാ അൻത ഇല്ലാ ബശറും മിസ്ലുനാ ഫഅതി ബിആയത്തിൻ ഇൻ കുൻത മിനസ് സാദിഖീൻ. അവർ പറഞ്ഞു, ഇന്നമാ അൻത മിനൽ മുസഹ്ഹരീൻ, അല്ലയോ സാലിഹേ, നിനക്കെന്തോ അസുഖം പിടിപെട്ടിരിക്കുകയാണ്, നീ എന്തോ ജാലവിദ്യക്കാരുടെയോ മറ്റുള്ള തന്ത്രക്കാരുടെയോ കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിന്നിൽ ഞങ്ങൾ വിശ്വസിക്കാൻ യാതൊരു പ്രത്യേകതയും നിന്നിൽ ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ നിന്നെ ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഫഅതി ബിആയ, വല്ല ദൃഷ്ടാന്തങ്ങളുമുണ്ടെങ്കിൽ നീ കൊണ്ടുവാ. ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യമാണ് പറയുന്നതെങ്കിൽ, നീ സത്യവാന്മാരുടെ കൂട്ടത്തിലാണെങ്കിൽ നീ വല്ല തെളിവും കൊണ്ടുവന്നതാണ്. തഫ്സീർ മുഫസ്സിരീങ്ങൾ അവരുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് എമ്പാടും എഴുതിയിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായത്തു വൻ നിഹായ എന്ന ഗ്രന്ഥത്തിൽ മുഫസ്സിർ കൂടിയായ ഖുർആൻ വ്യാഖ്യാതാവ് കൂടിയായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ജനങ്ങൾ ഇദ്ദേഹത്തെ വെല്ലുവിളിച്ച ഈ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ നമസ്കാര സ്ഥലത്തേക്ക് എഴുന്നേറ്റ് നിന്നു. സുമ്മ ഖാമ ഇലാ മുസല്ലാഹു, നിസ്കരിക്കാൻ വേണ്ടി സാലിഹ് നബി നിന്നു. ഫസല്ലാ ലില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ മുമ്പിൽ അദ്ദേഹം നമസ്കാരത്തിലായി മുഴുകി. സുമ്മ ദഅ റബ്ബഹു അസ്സ വജല്ല അൻ യുജീബഹും ഇലാ മാ തലബു, ഈ ജനങ്ങൾ എന്നെ വെല്ലുവിളിച്ച ഈ വെല്ലുവിളിയെ നേരിടാൻ
നാഥാ നീ അവർക്കെന്തെങ്കിലും ഒരു ദൃഷ്ടാന്തത്തെ കാണിച്ചു കൊടുക്കണമേ എന്ന് നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ നമസ്കാരത്തിൽ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? ജനങ്ങൾ അത്ഭുതം കാണിക്കാൻ വെല്ലുവിളിച്ചിരിക്കുകയാണ്. തന്റെ കയ്യിൽ നിന്ന് അത്ഭുതം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന് കഴിവില്ല. അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് പ്രവാചകൻ ചെയ്യുന്നത്. നാഥാ ഈ വെല്ലുവിളിയെ നേരിടാൻ, ഈ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കാൻ ഒരത്ഭുത കൃത്യം, ഒരത്ഭുത സംഭവം നീ ഇവിടെ വെളിപ്പെടുത്തേണമേ എന്ന് സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. فأمر الله عز وجل تلك الصخرة أن تنفطر عن ناقة عظيمة. തൊട്ടടുത്ത് നിൽക്കുന്ന പാറക്കൂട്ടത്തോട് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായി പിളരാൻ. ആ പാറക്കൂട്ടത്തിന്റെ പിളർപ്പിലൂടെ അതാ നല്ല കാണാൻ ഭംഗിയുള്ള, ചന്തമുള്ള, ആരോഗ്യമുള്ള, ചുറുചുറുക്കുള്ള ഒരൊട്ടകം പുറത്തേക്ക് വരുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് ശുഅറാഇന്റെ 155-ാമത്തെ വാക്യത്തിലൂടെ, ഖാല ഹാദിഹി നാഖത്തുൻ ലഹാ ശിർബും വലക്കും ശിർബു യൗമിൻ മഅലൂം. ഇതാ ജനങ്ങളെ ഒട്ടകം. ഹാദിഹി നാഖത്തുൻ, ഇതാ നിൽക്കുന്നു ഒട്ടകം. ലഹാ ശിർബുൻ വലക്കും ശിർബു യൗമിൻ മഅലൂം. ഒട്ടകത്തിന് കുടിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്, നിങ്ങൾക്ക് കുടിക്കാനും പ്രത്യേക സ്ഥലമുണ്ട്. ഖദ് ജാഅതുകും ബയ്യിനത്തും മിർ റബ്ബിക്കും. സൂറത്തുൽ അഅറാഫിന്റെ 73-ാമത്തെ ആയത്തിൽ അല്പം കൂടി വിശദീകരിച്ചുകൊണ്ടാണ് അല്ലാഹു അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഖദ് ജാഅതുകും ബയ്യിനത്തും മിർ റബ്ബിക്കും ഹാദിഹി നാഖത്തുല്ലാഹി ലക്കും ആയതൻ ഫദറുഹാ തഅകുലു ഫീ അർദില്ലാഹി വലാ തമസ്സുഹാ ബിസൂഅ്. ഇതാ നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് നിങ്ങൾക്കിതാ വ്യക്തമായ ദൃഷ്ടാന്തം വന്നിരിക്കുന്നു. ഹാദിഹി നാഖത്തുല്ലാഹ്, ഇതാ അല്ലാഹുവിന്റെ ഒട്ടകം. ലക്കും, നിങ്ങൾക്കായി ആയത്തെന്നൊരു ദൃഷ്ടാന്തമെന്നോണം. അതുകൊണ്ട് ഫദറൂഹ, നിങ്ങൾ അതിനെ ഉപദ്രവിക്കരുത്, നിങ്ങൾ അതിനെ വിട്ടേക്കുക. തഅകുലു ഫീ അർദില്ലാഹ്, അല്ലാഹുവിന്റെ ഭൂമിയിൽ അത് വിഹരിച്ച് ഭക്ഷണം കഴിച്ചോട്ടെ. വലാ തമസ്സുഹാ ബിസൂഇൻ, ഒരു ചീത്ത വൃത്തികൾ കൊണ്ടും നിങ്ങൾ ആ ഒട്ടകത്തെ സ്പർശിച്ചു പോകരുത്, അതിനെ ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത് എന്ന നിർദ്ദേശം. പക്ഷേ നന്ദി കെട്ട ആ ജനത ഈ അത്ഭുതകരമായ ദൃഷ്ടാന്തം കണ്ടപ്പോൾ മുഫസ്സിരീകൾ പറയുന്നത് ഒരു ന്യൂനപക്ഷം മാത്രം അവിടെ വെച്ച് വിശ്വസിച്ചു, ബഹുഭൂരിപക്ഷവും പിന്നെയും കളവാക്കുവാൻ തയ്യാറായി എന്ന് മാത്രമല്ല, ഒട്ടകത്തെ ദ്രോഹിക്കരുതെന്ന കൽപ്പനയെ യാതൊരു രൂപത്തിലുള്ള വിലയും കൽപ്പിക്കാത്ത രൂപത്തിൽ ഒട്ടകത്തെ അവർ അറുത്തുകളഞ്ഞ് അള്ളാഹുവിന്റെ ശക്തമായ ശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വന്നു എന്നാണ് പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിച്ചത്. ഇവിടെ സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ സംഭവിച്ച ഒരു മഹത്തായ ദൃഷ്ടാന്തമായിരുന്നു ഒട്ടകം. ഒരു പാറക്കൂട്ടം പിളർന്ന് അതിൽ നിന്നൊരൊട്ടകം പുറത്തേക്ക് ചാടി എന്നുള്ളത്. അത് അദ്ദേഹത്തിന്റെ കഴിവായിരുന്നില്ല. അദ്ദേഹത്തോട് ജനങ്ങൾ വെല്ലുവിളിച്ചപ്പോൾ പ്രാർത്ഥിച്ചതായിരുന്നു. റബ്ബാണ് കാര്യം നിർവഹിച്ചത്. അതേപോലെ തന്നെയുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ പരിശുദ്ധ ഖുർആൻ തെരഞ്ഞു നോക്കിയാൽ, ഹദീസുകൾ പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ ഒട്ടുമിക്ക പ്രവാചകന്മാരുടെയും ഒട്ടേറെ മുഅ്ജിസത്തുകളും അത്ഭുത കൃത്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെയുള്ള ഒരു വേദിയിൽ ഓരോന്ന് എണ്ണിപ്പറയേണ്ടുന്ന ആവശ്യമില്ല. ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഈ പ്രസംഗം ശ്രവിക്കുന്ന ഒരു വ്യക്തിയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. എന്ത്? മൗലവി ചില മുഅ്ജിസത്തുകൾ മാത്രമേ പറഞ്ഞുള്ളൂ, വേറെ ചില മുഅ്ജിസത്തുകളൊന്നും പറഞ്ഞില്ല, പറയാതിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മളത് നിഷേധിക്കുന്നു എന്ന് അർത്ഥമാക്കരുത്. ചിലരൊക്കെ നമ്മുടെ പ്രസംഗത്തെ വളച്ചൊടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഇല്ലാത്ത അർത്ഥങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും മുഅ്ജിസത്തുകളെ സംബന്ധിച്ച് ഇവിടെ പറയാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നാം അംഗീകരിക്കാത്തത് കൊണ്ടല്ല. അള്ളാഹുവിന്റെ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുസുന്നത്തുകളിലും സ്ഥിരപ്പെട്ടു വന്ന ഏതൊരു അത്ഭുതങ്ങളെയും മുഅ്ജിസത്തുകളെയും വളരെ വ്യക്തമായി വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സലഫികളുടെ ഉറച്ച നയം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉദാഹരണത്തിന് വേണ്ടി ചില പ്രധാന മുഅ്ജിസത്തുകൾ എടുത്തു പറഞ്ഞു എന്നേയുള്ളൂ. പറയാത്ത മുഅ്ജിസത്തുകളൊക്കെ തള്ളിക്കളഞ്ഞ വിഭാഗമാണ് സലഫികൾ എന്നാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അതൊരു മുതലെടുക്കാനുള്ള ഉപാധിയായി കാണരുത് എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ മുഅ്ജിസത്തുകൾ നിരവധിയാണ്. പ്രവാചക മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രാധാന്യമായി എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിക്കുകയും അറിയപ്പെടുകയും പ്രശസ്തിയാർജിക്കുകയും ചെയ്തിട്ടുള്ള മുഅ്ജിസത്ത് പരിശുദ്ധ ഖുർആൻ തന്നെയാകുന്നു. എന്താണ് അതിലുള്ള മുഅ്ജിസത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജനങ്ങൾക്കിടയിൽ 40 കൊല്ലത്തോളം ജീവിച്ചു. സ്വന്തം പേരെഴുതാൻ വരെ അറിഞ്ഞുകൂടാ. സ്വന്തം പേരാരെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വായിക്കാൻ അറിഞ്ഞുകൂടാ, ഒപ്പിടാൻ അറിഞ്ഞുകൂടാ. ആ രൂപത്തിൽ എഴുത്തും വായനയും അറിയാത്ത
ഒന്നിനും അറിയാത്ത, കഴിവില്ലാത്ത, ഒന്നും പഠിച്ചിട്ടില്ലാത്ത നിരക്ഷരനായ ഉമ്മിയായ ഒരു പ്രവാചകനതാ ഒരു ദിവസത്തിൽ വന്നുകൊണ്ട് ജനങ്ങളോട് അവരിൽ നിലവിലുള്ള എല്ലാ സാഹിത്യങ്ങളെയും ശക്തമായി വെല്ലുവിളിക്കുന്ന രൂപത്തിൽ ഒരു ചില ആയത്തുകളുടെ സൂക്തങ്ങൾ അവർ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആനിന്റെ സൂക്തങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നു. ആരായിരുന്നു അക്കാലഘട്ടത്തിലെ ജനത? സാഹിത്യത്തിന്റെ തറവാട്ടിലെ കാരണവന്മാരാണവർ. നിമിഷ കവികളാണ് അവരുടെ കൂട്ടത്തിലുള്ളത്. ചന്തകളിലും മേളകളിലും നാലാളുകൾ കൂടുന്നിടത്തെല്ലാം തങ്ങളുടെ ഭാഷാ നൈപുണ്യവും കഴിവും പ്രകടിപ്പിച്ചുകൊണ്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും ഭാഷയിലുള്ള കഴിവുകൾ മികച്ചുകൊണ്ട് ഏറ്റവും വലിയ സ്ഥാനപ്പേരിന് വരെ അർഹരാവുകയും ചെയ്ത വലിയ വലിയ സാഹിത്യത്തിന്റെ നേതാക്കന്മാർ. ആ നേതാക്കന്മാരുടെ മുമ്പിലേക്കാണ് അക്ഷരമെന്തെന്നറിയാത്ത, ഒരക്ഷരം എഴുതാനറിയാത്ത, വായിക്കാനറിയാത്ത പ്രവാചകൻ ചില അക്ഷരങ്ങളും അതേപോലെ തന്നെ വാക്യങ്ങളും സൂക്തങ്ങളും ഒക്കെ ഓതിക്കേൽപ്പിച്ചു കൊടുത്തത്. അവരന്തം വിട്ടുപോയി. ആ ജനങ്ങളുടെ മുമ്പാകെ തീർന്നില്ല വെല്ലുവിളിയും. وَإِن كُنتُمْ فِي رَيْبٍ مِّمَّا نَزَّلْنَا عَلَىٰ عَبْدِنَا فَأْتُوا بِسُورَةٍ مِّن مِّثْلِهِ وَادْعُوا شُهَدَاءَكُم مِّن دُونِ اللَّهِ إِن كُنتُمْ صَادِقِينَ وَإِن لَّمْ تَفْعَلُوا وَلَن تَفْعَلُوا فَاتَّقُوا النَّارَ الَّتِي وَقُودُهَا النَّاسُ وَالْحِجَارَةُ. അല്ലാഹു തആല വിശദീകരിച്ചു, ഈ അടിമയ്ക്ക്, നമ്മുടെ അടിമയുടെ മേൽ നാം അവതരിപ്പിച്ചു കൊടുത്ത ഈ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അത് അദ്ദേഹത്തിന്റെ സ്വന്തം വകയാണെന്ന് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടോ? അതല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കേട്ട് പഠിച്ചതാണെന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രദേശത്തേക്ക് യാത്ര ചെയ്ത് ഏതെങ്കിലും നേതാക്കന്മാരിൽ നിന്നോ പണ്ഡിതന്മാരിൽ നിന്നോ പഠിച്ചെടുത്തതാണെന്ന ധാരണയുണ്ടോ? അതല്ലെങ്കിൽ സ്വന്തമായി അദ്ദേഹത്തിന്റെ കരങ്ങളാൽ എഴുതിയുണ്ടാക്കിയതാണെന്ന വാദമുണ്ടോ? കച്ചുകെട്ടി പറയുന്നതാണെന്ന വാദമുണ്ടോ? എങ്കിൽ ഇതുപോലെയുള്ള ഒരു അധ്യായം കൊണ്ടുവരാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മുഴുവൻ കൂട്ടാളികളെയും സഹായത്തിന് വിളിച്ചോളൂ. സത്യസന്ധതയുണ്ടെങ്കിൽ ഈ വെല്ലുവിളിയെ നേരിടണം എന്ന് ഖുർആൻ പറഞ്ഞു. ഖുർആൻ എന്ന മുഅ്ജിസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ അല്ലാഹു തആല നൽകിയ മുഅ്ജിസത്താണ്. ആ മുഅ്ജിസത്ത് ഏതെങ്കിലും കാലത്തേക്ക് പരിമിതമല്ല. ഓരോ പ്രവാചകന്മാരും ചില പ്രത്യേക ഗോത്രങ്ങളിലേക്കും വർഗങ്ങളിലേക്കും നാട്ടുകാരിലേക്കും ഒക്കെ നിയോഗിക്കപ്പെട്ടവരായിരുന്നു. മഹാനായ പ്രവാചകനോ കാഫത്തൽ ലിന്നാസ്, മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ്. അറബികളിലേക്കും അനറബികളിലേക്കും ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ് അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്റെ മുഅ്ജിസത്ത് എല്ലാ കാലത്തും തിളങ്ങി നിൽക്കാൻ പര്യാപ്തമാകണം. അതുകൊണ്ട് നൽകിയ മുഅ്ജിസത്താണ് ഖുർആൻ. ആ ഖുർആനിന്റെ വെല്ലുവിളിയില്ലേ, അത് മക്കയിലുള്ള ആളുകളെ മാത്രം ബാധിക്കുന്ന കേസല്ല. ഖിയാമത്ത് നാൾ വരേക്കുള്ള മുഴുവൻ ബുദ്ധിജീവികളോടുമാണ് ഖുർആനിന്റെ വെല്ലുവിളി. നാം ഇറക്കിക്കൊടുത്ത ഈ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ആശയങ്ങളിലോ ഭാഷയിലോ ഏതെങ്കിലും നിലക്ക് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ കൊണ്ടുവരുന്നടാ ഇതുപോലെ ഒന്ന്, അല്പമെങ്കിലും കൊണ്ടുവരിൻ. സാധിക്കുമോ നിങ്ങൾക്ക്? ലോകത്തെത്ര നേതാക്കന്മാർ കഴിഞ്ഞുപോയി. അക്കാലഘട്ടത്തിലെ അറബി ഭാഷാ സാഹിത്യത്തിലെ നേതാക്കന്മാർ വരെ ശ്രമിച്ചു നോക്കി. ഖുർആൻ പോലത്തെ ഒരു ഖുർആൻ, ഒരു ചെറിയ സൂറത്ത് പോലത്തെ ഒരു സൂറത്തെങ്കിലും നിർമ്മിക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കി. തലപുകഞ്ഞ് ആലോചിച്ചു നോക്കി. അവരുടെ ഓഫീസുകളിൽ യോഗം ചേർന്ന് ചില ആയത്തുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. സഭയിൽ വന്ന് ആയത്ത് ഓതിക്കേൽപ്പിച്ചപ്പോൾ ഓതിയവർക്ക് തന്നെയും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രൂപത്തിൽ വഷളാകുന്ന ആയത്തുകളാണ് അവർ കെട്ടിയുണ്ടാക്കിയത്. സാധിക്കില്ലെന്ന് അല്ലാഹു തആല പറഞ്ഞു. ഇല്ലം തഫ്അലു വലം തഫ്അലു, ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെയും സാധ്യമല്ല, ഇന്നും സാധ്യമല്ല. ഖുർആനിന്റെ ഒരാശയം ലോകത്തിന്റെ ഏതെങ്കിലും താൽപര്യങ്ങളോട് വിയോജിക്കുന്നു എന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറയാൻ ശക്തമായി അതിനെ സംബന്ധിച്ച് പ്രതികരിക്കാൻ കേൾപ്പുള്ള ഒരു വമ്പനും ലോകത്തിന്നേ വരെ വന്നിട്ടില്ല, വരില്ല. കാരണം ആ ഗ്രന്ഥം അല്ലാഹുവിന്റെ പക്കൽ നിന്നിറങ്ങിയതാണ്. അസീസായ ഗ്രന്ഥമാണ്. ലാ യഅ്തീഹിൽ ബാത്തിൽ വഇന്നഹു ലകിതാബുൻ അസീസ് ലാ യഅ്തീഹിൽ ബാത്തിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. സൂറത്ത് ഫുസ്സിലത്തിന്റെ 42-ാമത്തെ ആയത്ത്. ഏറ്റവും ശക്തിയുള്ള ഗ്രന്ഥമാകുന്നു ഇത്, അന്തസ്സുറ്റ ഗ്രന്ഥമാകുന്നു ഇത്. എന്താണ് ഈ ഗ്രന്ഥത്തിന്റെ പ്രത്യേകത? അതിന്റെ ഒരു ഭാഗത്തു നിന്നും അതിൽ ബാത്തിൽ കടന്നുകൂടിയിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും അധികം യുക്തി അറിയാവുന്ന നാഥന്റെ പക്കൽ നിന്ന് അവതീർണമായ ഗ്രന്ഥമാകുന്നു ഇത്.
പ്രവാചകന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ആ മുഅ്ജിസത്തിനെ എതിരിടാൻ ആർക്കും സാധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രവാചകന് കിട്ടിയ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഖുർആൻ ഓതിക്കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ മുഅ്ജിസത്തിൽ പ്രവാചകന്റെ പങ്കെന്തായിരുന്നു? പ്രവാചകന്റെ കഴിവായിരുന്നോ? അല്ലെങ്കിൽ നബി ഇഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെ ഖുർആൻ ഓതാൻ പറ്റിയിരുന്നോ? എത്രയെത്ര നിയമങ്ങളിൽ പ്രവാചകൻ ആയത്തുകൾ കാത്തിരിക്കേണ്ടി വന്നു. എത്രയോ വിഷയങ്ങളിൽ അവിടുന്ന് വിഷമിച്ച് കാത്തിരിക്കേണ്ടി വന്നില്ലേ? എന്താ ആയത്തോതാൻ കഴിയുന്നില്ല? പഠിച്ചായത്തുകളെ പറ്റിയല്ല പറയുന്നത്. ഖുർആനിലെ ഒരായത്ത് സ്വന്തമുണ്ടാക്കാൻ നബി കരീമിന് സാധിക്കുമോ? ഇല്ല. ഭേദഗതി വരുത്താൻ സാധിക്കുമോ? ഇല്ല. സ്വന്തം വിമർശനങ്ങളെ വരെ സ്വന്തം നാവുകൊണ്ട് ഓതിക്കേൽപ്പിക്കേണ്ടി വന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്. പണക്കാരായ ചില ആളുകളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം എന്ന ദരിദ്രൻ കയറി വന്നപ്പോൾ അദ്ദേഹത്തെ ഒരൽപ്പം മൈൻഡ് ചെയ്യായ്മ വന്നതിനെപ്പറ്റി ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തും ആ പ്രവാചകന്റെ തിരുനാവിലൂടെ തന്നെ ജനതയെ അറിയിക്കേണ്ടി വന്നു. സ്വന്തം വിമർശനങ്ങളെ വരെ ജനങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കേണ്ടി വന്നു. യാതൊരു പങ്കും സ്വന്തമായി അതിലില്ല. ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നു എന്ന പങ്കല്ലാതെ തികച്ചും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ്. യാതൊരു മാറ്റത്തിരുത്തലുകളും സ്വന്തമായി വരുത്താൻ അധികാരമില്ല, അവകാശമില്ല, കഴിവില്ല. മക്കയിലെ മുശ്രിക്കീങ്ങൾ നബിയോട് ചോദിക്കുകയുണ്ടായി, അല്ലയോ മുഹമ്മദേ, വഇദാ തുതില അലൈഹിം ആയാതുനാ ബയ്യിനാതിൻ ഖാല അല്ലദീന ലാ യർജൂന ലിഖാഅന ഇതി ബിഖുർആനിൻ ഗൈരി ഹാദാ ഔ ബദ്ദിൽ ഖുൽ മാ യകൂനു ലീ അൻ നുബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി ഇൻ അത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ നദീം. വഇദാ തുതില അലൈഹിം ആയാതുനാ, നമ്മുടെ ആയത്തുകൾ, വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ആ ജനതയുടെ മേൽ ഓതിക്കേൽപ്പിക്കപ്പെട്ട സന്ദർഭത്തിൽ ഖാലല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കാത്ത കാഫിറുകൾ മുഹമ്മദ് നബിയോട് പറഞ്ഞു, ഇത്തി, നീ കൊണ്ടുവാ മുഹമ്മദേ, ബിഖുർആനിൻ ഗൈരി ഹാദാ, ഇതല്ലാത്തൊരു ഖുർആൻ കൊണ്ടുവാ, ഔ ബദ്ദിൽഹു, അല്ലെങ്കിൽ ഇത് തന്നെ ആയാലും കുഴപ്പമില്ല, പക്ഷെ ചില ഭേദഗതിയൊക്കെ വരുത്തണം, ചിലതൊക്കെ ഒന്ന് ബദലാക്കണം. അള്ളാഹു എന്താ നബിയോട് പറയാൻ പറഞ്ഞത്? ഖുൽ, നബിയെ പറഞ്ഞേക്ക്, മാ യകൂനു ലീ, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ആളല്ല, അൻ ഉബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി, എന്റെ ഭാഗത്ത് നിന്ന് അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ ഭേദഗതി വരുത്താനോ ഞാൻ ആളല്ല. ഇന്നത്തബിഉ ഇല്ലാ മാ യൂഹാ ഇലയ്യ, എനിക്ക് എന്താണോ വഹയായിട്ട് കിട്ടിയതെങ്കിൽ അതപ്പടി നിങ്ങളെ കേൾപ്പിച്ചതിനെ പിൻവച്ചലല്ലാതെ എനിക്ക് യാതൊരു പങ്കും അതിലില്ല. ഇന്നി അഖാഫു ഇൻ നസൈതു റബ്ബി അദാബ യൗമിൻ നദീം, എന്റെ നാഥന് അനുസരണക്കേട് പ്രവർത്തിച്ചാൽ വേദനയുറ്റ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു. തന്നെയുമല്ല, ഇനിയും പറയാനുള്ള ആഹ്വാനം അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന്. ഖുൽ, നബിയെ പറയുക, ലൗ ശാ അല്ലാഹ് മാ തലൗതുഹു അലൈക്കും വലാ ദറാതും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ. സൂറത്ത് യൂനിസിലെ 15ഉം 16ഉം വാക്യങ്ങൾ. എന്താണ് അല്ലാഹു പറഞ്ഞത്? നബിയെ പറയുക, എനിക്കതിൽ യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞേക്ക്. ലൗ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മാ തലൗതുഹു അലൈക്കും, ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൽപ്പിക്കുമായിരുന്നില്ല. അള്ളാഹുടെ ഉദ്ദേശമുള്ളത് കൊണ്ട്, അവൻ വഹീദ് എന്നതുകൊണ്ടാണ് ഞാനിത് കേൾപ്പിക്കുന്നത്. ഇതെന്റെ വാക്യങ്ങളല്ല, എനിക്കിതിലൊരു കഴിവുമില്ല, പങ്കുമില്ല. വലാദറാക്കും ബിഹി, ഞാനിത് നിങ്ങളെ അറിയിക്കുകയും ചെയ്യില്ലായിരുന്നു. നിങ്ങൾക്കറിഞ്ഞുകൂടെ എന്റെ അവസ്ഥ? ഞാൻ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? എനിക്കിതൊക്കെ പറയാൻ കഴിവുണ്ടോ? ഞാൻ ആരെന്ന് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയില്ലേ? ഫഖദ് ലബിസ്തു ഫീകും, ഞാൻ നിങ്ങളിൽ തന്നെ താമസിച്ചവനല്ലേ. ഉമറൻ മിൻ ഖബ്ലിഹി, ഇത് ഞാൻ നിങ്ങൾക്ക് ഓതിക്കേൾപ്പിക്കുന്നതിന്റെ മുമ്പ് എത്രയോ കൊല്ലക്കാലം ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയല്ലേ ജീവിച്ചത്. എനിക്കിങ്ങനെ പറയാനുള്ള കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അഫലാ തഖിലൂ, നിങ്ങൾക്കെന്താ ചിന്ത തീരെയില്ലേ, ബുദ്ധിയില്ലേ നിങ്ങൾക്ക്? ഇത് പറയാനാണ്, ഇത് പ്രഖ്യാപിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടത്. ഏറ്റവും വലിയ മുഅ്ജിസത്തിന്റെ അവസ്ഥയതാണ്. പ്രവാചകന്റെ ഭാഗത്ത് നിന്ന് അതിലൊന്നും ചേർക്കുന്നില്ല, ഒന്നും കൂട്ടുന്നില്ല, കുറക്കുന്നില്ല, ഭേദഗതി വരുത്തുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും കൈക്രിയ നടത്താൻ കഴിയുമായിരുന്നെങ്കിൽ ചെയ്യുക എന്താണ്? സ്വയം വിമർശനമെങ്കിലും ഒഴിവാക്കുകയില്ലേ? സ്വന്തത്തെ കുറ്റപ്പറയുന്ന ഭാഗമെങ്കിലും മൂടിവെക്കുകയില്ലേ? മഹാനായ പ്രവാചകനത് ചെയ്തോ? ചെയ്യില്ല, ചെയ്യാൻ സാധിക്കില്ല, പറ്റില്ല. വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ
എല്ലാ നിലക്കും ഭദ്രമായി ശക്തമായ ഒരു പ്രമാണമായി എല്ലാവരെയും വെല്ലുവിളിച്ചുകൊണ്ട് യഅലൂ വലാ യുഅലാ, അതെന്നും ഉയർന്നു നിൽക്കും, അതിന്റെ മേലക്കുയരാൻ ഒരാളെ കൊണ്ടും പറ്റില്ലെന്ന വിശേഷണമുള്ള മഹത്തായ ഈ ഗ്രന്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള മുഅ്ജിസത്തായിരുന്നു. ഒട്ടേറെ മുഅ്ജിസത്തുകൾ പ്രവാചകന്റെ ജീവിതത്തിൽ വേറെയും ഉണ്ടായിട്ടുണ്ട്, എല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹങ്ങൾ എന്ന നിലക്ക് ഒട്ടേറെ പ്രവാചകന്മാർക്ക് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ അവരുടെ പ്രബോധനത്തിന്റെ സൗകര്യത്തിനും സഹായത്തിനും എന്ന നിലക്ക് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അതൊന്നും അവരുടേതായ കഴിവുകളോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പ്രത്യേകമായ കഴിവുകൾ എല്ലാ സന്ദർഭങ്ങളിലും വിട്ടുകൊടുത്തു എന്ന നിലക്കോ അല്ലെങ്കിൽ അവരുടേതായ അധികാരവും പങ്കും പ്രവർത്തനവുമാണ് അതിൽ നടക്കുന്നത് എന്നോ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കുവാൻ ഇസ്ലാമിക പ്രമാണങ്ങളിൽ നിന്ന് സാധ്യമല്ല. ഇത് നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചേക്കും. അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ അതിലവർക്ക് യാതൊരു പങ്കുമില്ല എന്നുള്ളത് പിഴച്ചവാദമാകുന്നു. അതിലവർക്ക് പങ്കുണ്ട് എന്നതാണ് ശരിയായ വിശ്വാസം എന്നാരെങ്കിലും ഇനിയും പറയുന്നുവെങ്കിൽ അവരുടെ മുമ്പിൽ അവർ തന്നെ എഴുതി വെച്ചൊരു പുസ്തകം അവരുടെ മുമ്പിൽ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് അതിനുള്ള മറുപടി. എന്റെ കയ്യിലുള്ള ഈ പുസ്തകം സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാടിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ആ പുസ്തകത്തിന്റെ പേര് ജൗഹറത്തു തൗഹീദ് എന്ന അറബി കവിതയുടെ പരിഭാഷയും വ്യാഖ്യാനവുമാണ്. ഈ പുസ്തകത്തിന്റെ 176-ാമത്തെ പേജിൽ മുഅ്ജിസത്തുകളെ സംബന്ധിച്ചുള്ള ഒരു പ്രതിപാദനമുണ്ട്. അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്. ഞാനിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയ ആ തത്വമാണ് അതിലും വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മുടെ വക പുത്തൻ വ്യാഖ്യാനമല്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മലയാളത്തിൽ തന്നെ എഴുതപ്പെട്ടിട്ടുള്ള ഈ പുസ്തകത്തിലെ ചില വരികൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. പ്രവാചകത്വവാദവുമായി രംഗത്ത് വന്നയാളോട് എതിരാളികൾ മത്സരിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുമ്പോൾ അവരെ അശക്തരാക്കി തീർക്കും വിധം ആ പ്രവാചകന്റെ കയ്യാൽ അള്ളാഹു വെളിപ്പെടുത്തുന്ന അസാധാരണവും അത്ഭുതകരവുമായ ഒരു മഹൽ കൃത്യത്തിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നമ്മൾ വിശദീകരിച്ച അതേപോലെ തന്നെ ഇനിയും കേൾക്കുക. ഇതിൽ മനുഷ്യരിൽ നിന്നാർക്കും തന്നെ യാതൊരു പങ്കും പ്രവൃത്തിയുമില്ല. തന്റെ പ്രവാചകന്മാരെ ശക്തിപ്പെടുത്താനായി അവരുടെ കയ്യാൽ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ വെളിപ്പെടുത്തുന്നത് മാത്രമാണവ. അവരുടെ പ്രവൃത്തി കൊണ്ടോ അധ്വാനം കൊണ്ടോ ഒന്നുമല്ല. മൂസാ അലൈഹിസ്സലാമിന്റെ വടി ഓടുന്ന പാമ്പായി രൂപാന്തരപ്പെട്ടപ്പോൾ അദ്ദേഹം ഭയപ്പെട്ടു, തിരിഞ്ഞു നോക്കാതെ ഓടി. താങ്കൾ ഭയപ്പെടേണ്ടതില്ല, അതിനെ പൂർവാവസ്ഥയിലേക്ക് നാം മടക്കുന്നതാണ് എന്ന് അള്ളാഹു സമാശ്വസിപ്പിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഭയം വിട്ടുമാറിയത് എന്ന് പരിശുദ്ധ ഖുർആൻ തറപ്പിച്ചു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ അവർക്ക് യാതൊരു പങ്കുമില്ലെന്ന് വ്യക്തമാക്കുന്നു. നമ്മൾ വിശദീകരിച്ച അതേ കാര്യം തന്നെ. അപ്പൊ ഇതൊരു പുതിയതല്ല, പുതിയതായി നമ്മൾ പറയുന്നൊരു പുത്തൻവാദമല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സുന്നി പബ്ലിക്കേഷൻ സെന്റർ ചെമ്മാട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന മജ്ലിസുദ് ദഅവത്തിൽ ഇസ്ലാമിയയുടെ പ്രസിദ്ധീകരണമായ ആ പുസ്തകത്തിന്റെ 176-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് എടുത്തു കാണിക്കാൻ കാരണം ഇനി ശേഷമാരും ഇതൊരു പുത്തൻവാദമാണ്, ഇവരുടെ വകയാണ് എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ ഇതൊരു രേഖയായിട്ടല്ല. നമുക്ക് രേഖ ഖുർആനും ഹദീസും തന്നെയാണ്. പക്ഷേ നമ്മുടെ ഹോജാമാര് തന്നെ ഇത് എഴുതിയിട്ടുണ്ട്, ഇത് ഇവരുടെ വകയല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉതകുന്ന ഒരു തെളിവെടുത്ത് കാണിച്ചു എന്ന് മാത്രം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മുഅ്ജിസത്തുകളായി അറിയപ്പെടുന്ന മുഴുവൻ മുഅ്ജിസത്തുകളെയും നമ്മൾ അംഗീകരിക്കുന്നു. ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള പ്രമാണങ്ങളിലൂടെ അറിയപ്പെട്ടിട്ടുള്ള മുഴുവൻ മുഅ്ജിസത്തുകളെയും നമ്മൾ അംഗീകരിക്കുന്നു. ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു, ഒരു മുഅ്ജിസത്തുകളെയും നമ്മൾ തള്ളിക്കളയുന്നില്ല. എന്തിനിങ്ങനെ പറയുന്നു? എക്കാലഘട്ടത്തിലും സ്റ്റേജിൽ കയറിയാൽ, മൈക്ക് കയ്യിൽ കിട്ടിയാൽ ചില പുരോഹിതന്മാർ ജനങ്ങളുടെ മുമ്പാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മുജാഹിദുകളുടെ പ്രസംഗം കേൾക്കാൻ പാടില്ല, അവരുടെ പുസ്തകങ്ങൾ വായിക്കാൻ പാടില്ല, അവരുടെ ഖുത്ബയിൽ പങ്കെടുക്കാൻ പാടില്ല, അവരുമായി സലാം പറഞ്ഞുകൂടാ, ബന്ധപ്പെട്ടുകൂടാ, കല്യാണം കഴിപ്പിച്ചു കൊടുത്തുകൂടാ, ഒരു നിലക്കും ബന്ധപ്പെട്ടുകൂടാ, അവർ പഴച്ചവരാണ്, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ്. എന്താ കാരണം? അല്ലാഹുവിന്റെ അമ്പിയാക്കളുടെ മുഅ്ജിസത്തുകളെ അവർ പുച്ഛിച്ചു തള്ളുന്നു. പുച്ഛിച്ചു തള്ളിയോ? ഏതെങ്കിലും ഒരു മുഅ്ജിസത്ത്, ഖുർആനിൽ സ്ഥിരപ്പെട്ടു വന്നൊരു മുഅ്ജിസത്ത്, അഷ്റഫുൽ ഖൽഖിന്റെ തിരുനാവിനാൽ നമ്മെ അറിയിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മുഅ്ജിസത്ത് തള്ളിക്കളഞ്ഞതായി ചരിത്രത്തിൽ അനുഭവമില്ല, തള്ളിയിട്ടില്ല, തള്ളേണ്ട ആവശ്യവുമില്ല. വളരെ വ്യക്തമാണ് ആ തീരുമാനം.
വളരെ ശക്തമായ അഭിപ്രായമാണത്. ഒരു മുൽസത്തുകളെയും തള്ളിയിട്ടില്ല. പക്ഷേ മുൽസത്തുകളെ തള്ളിക്കളഞ്ഞ പലരും ഇവിടെ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതും മുജാഹിദുകളുമായി ബന്ധമില്ല. ചിലരൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പല മുൽസത്തുകളെയും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവരുടെ യുക്തിക്ക് യോജിക്കാതായപ്പോൾ എതിർത്തിട്ടുണ്ട്. ഉദാഹരണമായി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം സമുദ്രത്തിൽ അടിച്ചപ്പോൾ രണ്ടായി സമുദ്രം പിളർന്നു. ആ സമുദ്രം പിളർന്ന വിടവിലൂടെ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം അനുയായികളും മറുകര വെച്ചു എന്നുള്ള സംഭവത്തെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോൾ ചിലരൊക്കെ അവരുടെ ഇഷ്ടത്തിന് അത് വ്യാഖ്യാനിച്ചു. ചിലരൊക്കെ അവിടെ പറഞ്ഞു അത് സമുദ്രം പിളർന്നതൊന്നുമല്ല. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ നദിയുടെ ഒഴുക്കിനെ അല്ലെങ്കിൽ ആ കടലിൽ എവിടെയൊക്കെയാണ് ആഴം കൂടുതലുള്ള സ്ഥലം, ആഴം കുറവുള്ള സ്ഥലം എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്നു. അങ്ങനെ തന്റെ വടികൊണ്ട് ഇങ്ങനെ കുത്തിപ്പിടിച്ച് ആഴമുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലമൊക്കെ മനസ്സിലാക്കിയാണ് മറുകര വെച്ചിയാത് എന്ന് തട്ടിവിട്ട ഖുർആൻ വ്യാഖ്യാതാക്കൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. അതും മുജാഹിദുകളുമായി ബന്ധമില്ല. ഏത് കത്തതും കെട്ടതും മുജാഹിദുകളുടെ തലയിൽ വെച്ച് കെട്ടിക്കൊണ്ട് മറുപടി പറയുക എന്നുള്ളത് ചിലരുടെ തൊഴിലാണ്. മുജാഹിദുകൾക്ക് ആ വാദമില്ല. ഒട്ടേറെ മസ്ജിദുകളെ സംബന്ധിച്ച് അങ്ങനെ പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലിട്ടിട്ടില്ല എന്നും പിന്നെ കൊല്ലായാൻ അറുക്കുനിഞ്ഞ് തീയെ നീ തണുപ്പാവുക, രക്ഷയുള്ള തണുപ്പാവുക എന്നല്ലാഹു പറഞ്ഞത് ഇബ്രാഹിം നബിയെ ജനങ്ങളുടെ രോഷാഗ്നിയിലാണിട്ടത്, അല്ലാതെ ഒറിജിനൽ തീയല്ല എന്ന് വ്യാഖ്യാനിച്ചു പോയ ആളുകളുണ്ട്. മുജാഹിദ് പ്രസ്ഥാനവും ആ വ്യാഖ്യാനവുമായി ബന്ധമില്ല. ഇങ്ങനെ ഒരുപാട് ഇസ്ലാമിന്റെ പരിശുദ്ധ ഖുർആനിന്റെ പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള യാതൊരു മുഅ്ജിസത്തുകൾക്കും തന്നിഷ്ടപ്രകാരം വ്യാഖ്യാനം കൽപ്പിക്കാതെ മഹാനായ പ്രവാചകന്റെ തിരുവാക്യങ്ങളിലൂടെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ സഹാബിമാർ വ്യാഖ്യാനിച്ച രൂപത്തിൽ അവരിൽ നിന്ന് പ്രമാണങ്ങളിലൂടെ കിട്ടിയ നിലത്തിൽ ജനങ്ങളുടെ മുമ്പാകെ തുറന്നു പറയുക മാത്രമാണ് സലഫികൾ അല്ലെങ്കിൽ മുജാഹിദുകൾ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ആവർത്തിക്കുന്നു, മുഅ്ജിസത്തുകളെ തള്ളിക്കളയുക എന്നുള്ളതോ പുച്ഛിക്കുക എന്നുള്ളതോ മഹാന്മാരായ പ്രവാചകന്മാരെ വിലകുറച്ച് കാണിക്കുക എന്നുള്ളതോ നമ്മുടെ തൊഴിലല്ല, അത് നമ്മുടെ നയവുമല്ല. അതിനെ ശക്തമായി എതിർക്കുന്നു. പ്രവാചകന്മാരുടെ വ്യക്തിത്വങ്ങൾക്ക് നേരെ ആരെന്ത് വിമർശനങ്ങൾ എഴുതിവിട്ടാലും അതിനൊന്നാമതായി മറുപടി കൊടുക്കാൻ എക്കാലത്തും പ്രതികരിക്കാനുള്ള മുൻനിരയിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പ്രബോധകന്മാരും എന്നും നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ വളരെ വസ്തുതാപരമായി മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യമുണ്ട്. അത്ഭുതകൃത്യങ്ങൾ എന്ന പേരിൽ ഉള്ള അത്ഭുതകൃത്യങ്ങളൊന്നും പോരാഞ്ഞിട്ട് ചില കള്ള അത്ഭുതകൃത്യങ്ങൾ പല പ്രവാചകന്മാരുടെയും കഥകളിൽ കൊണ്ടുവന്ന് കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. അംഗീകരിക്കാതിരിക്കാൻ കാരണം അവ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായി വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഉദാഹരണം ഒട്ടേറെയുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ഇസ്മായിൽ നബിയെ അറുക്കാൻ കൊണ്ടുപോയ രംഗം ഖുർആൻ പറയുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനായ ഇബ്രാഹിം നബി ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വെന്തിരിയേണ്ടി വന്നൊരു പ്രവാചകനാണ്. ഒട്ടേറെ പരീക്ഷണങ്ങൾ, ത്യാഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നൊരു പ്രവാചകന്. എല്ലാ പരീക്ഷണങ്ങളിലും അതിന്റെ ഏറ്റവും ഉത്തുംഗമായ പദവിയിൽ തന്നെ വിജയശ്രീലാളിതനായി പുറത്തു വന്നൊരു മഹാനായ പ്രവാചകന്. ഒട്ടേറെ പ്രത്യേകതകൾ, ഒട്ടേറെ സ്ഥാനപ്പേരുകൾ അള്ളാഹുവിന്റെ വാക്യങ്ങൾ മുഖേന തന്നെ സ്ഥിരപ്പെട്ടു കിട്ടിയിട്ടുള്ളൊരു മഹാനായ പ്രവാചകൻ, ഖലീലുല്ലാഹി എന്ന് പ്രത്യേകമായി തന്നെ അറിയപ്പെട്ട പ്രവാചകൻ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടായി മകനെ അറുക്കണം. സ്വപ്നം കണ്ടു, മകനോട് വിളിച്ചു പറഞ്ഞു, നിന്നെ അറുക്കാൻ കൽപ്പനയുണ്ട്, എന്താ അഭിപ്രായം? ഞാൻ ക്ഷമിക്കാം. മകന്റെ പ്രതികരണം, ഞാൻ ആ ചരിത്രം നീട്ടിപ്പറയുകയല്ല. മകനെയും കൊണ്ട് കത്തിയും കയറുമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിനായുടെ മലഞ്ചെരുവുകളിലേക്ക് പോയി. അവിടെ പോയി അറുക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോഴേക്കും പടച്ചവന്റെ കൽപ്പന വന്നിട്ടുണ്ടെന്ന്, അറുക്കേണ്ടതില്ല, നീ വിജയിച്ചിരിക്കുന്നു ഇബ്രാഹിം, നീ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. ഫനാദാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയാ, സ്വപ്നത്തെ നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നീ സത്യമായും അതിനെ അനുസരിച്ചിരിക്കുന്നു, നീ അറുക്കേണ്ടതില്ല. ഫദൈനാഹു ബിദിബ്ഹിൻ നബീം, മറ്റൊരു അറവ് മൃഗത്തെ നാം അദ്ദേഹത്തിന് പകരമായി നൽകി. ആടിനെയാണ് അറുത്തത്. ഇസ്മായിൽ നബിയെ ഇങ്ങനെ മലർത്തിക്കടത്തിയിട്ട് ആ പൊന്നോമന മുഖം കാണുമ്പോൾ സഹിക്കുന്നില്ല. അപ്പൊ കമഴ്ത്തിക്കടത്തിയിട്ട് കത്തി കൊണ്ടിങ്ങനെ കഴുത്തിൽ വെച്ചിങ്ങനെ ഒരതി നോക്കി അറുക്കാൻ വേണ്ടി കത്തി ചലിപ്പിച്ചിട്ടോ കഴുത്ത് മുറിയുന്നില്ല. എത്ര മുറിച്ചിട്ടും മുറിയുന്നില്ല. അങ്ങനെ പാറക്കല്ലിലിട്ട് ഒന്നും കൂടെ മൂർച്ച കൂട്ടിയിട്ടും വെട്ടി നോക്കി, കഴുത്ത് മുറിയുന്നില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇബ്രാഹിം നബി ദേഷ്യപ്പെട്ടിട്ട് എന്തൊരു കത്തിയാതെന്നും പറഞ്ഞിട്ട് ഒറ്റ അടി പാറമ്മലാണ് അടിച്ചപ്പോഴേക്ക് പാറ തകിട് പൊടിയായി.
അത്ര മൂർച്ച ഉണ്ടായിട്ട് ഇത് മുറിഞ്ഞു പോയില്ല. ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കത്തിവെക്കലും ചലിപ്പിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ കത്തിവെച്ചുവെന്നും ചലിപ്പിച്ചുവെന്നും ഇതുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് ചില പിഴച്ച കെട്ടുകഥകൾ ചില തഫ്സീറുകളിലേക്ക് കടന്നുകൂടിയതാകുന്നു എന്ന് തഫ്സീറുകളെ സംബന്ധിച്ചുള്ള പഠനത്തിൽ സുന്നി മുസ്ലിയാക്കന്മാര് വരെ സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. തഫ്സീർ ജലാലൈനിയിൽ അതേപോലെ തന്നെ തഫ്സീർ ബൈളാവിയിലൊക്കെ മുഅ്തസിലിയാക്കളുടെ വിശ്വാസമാകുന്നുവെന്ന് ഇബ്രാഹിം നബി ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിച്ചലിപ്പിച്ചു എന്നുള്ളത് പിഴച്ച ആൾക്കാരുടെ വിശ്വാസമാകുന്നു. ഒരുങ്ങിയിട്ടേയുള്ളൂ, കത്തിച്ചലിപ്പിച്ചതിന് രേഖയില്ല, അത് കെട്ടുകഥയാകുന്നു എന്നും ഈ കെട്ടുകഥകൾ ചില മുഫസ്സിരീങ്ങൾ അറിയാതെ അവരുടെ തഫ്സീറുകളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നും അത് അംഗീകരിക്കേണ്ടതില്ല എന്നും അത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണെന്നുമൊക്കെ അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിവിട്ടിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ. ഇനി നോക്കൂ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയുടെ പാരമ്പര്യത്തിൽ അവസാനമായി വന്ന പ്രവാചകനാണല്ലോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പേരിൽ എന്തെല്ലാം അത്ഭുതങ്ങൾ! ആവർത്തിച്ചു പറയുന്നു, സ്ഥിരപ്പെട്ടതെല്ലാം നമ്മൾ അംഗീകരിക്കുന്നു, ഒന്നിനെയും മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസവത്തെ സംബന്ധിച്ച് പറയുന്നു, വലദതു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. വലദതുഹു, അദ്ദേഹത്തെ പ്രസവിച്ചത് എങ്ങനെയാ? മഖ്തൂനൻ, ശേലാകർമ്മം ചെയ്യപ്പെട്ടവനായ നിലയിലാണ്. ഈ പ്രസവിക്കുമ്പോ തന്നെ ശേലാകർമ്മമൊക്കെ കഴിഞ്ഞിരിക്കണം. മക്ഹൂലൻ, സുറുമ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. റസൂലുള്ളാഹി മൗലൂദിൽ പറയുന്നത് എണ്ണക്കങ്ങനെ തേച്ചിങ്ങനെ ഉഷാറാക്കിയിട്ടുണ്ട്. മുഅത്തറൻ, അത്തറും പറ്റിയിട്ടാണ് വരവ്. പ്രസവിച്ച് വീഴുമ്പോ തന്നെ അങ്ങനെയായിരുന്നു എന്ന് പോകട്ടെ. എന്നിട്ട് അതിൽ മൗലൂദിൽ പറയുന്നത് എന്താ? വലദതുഹു മഖ്തൂനൻ വ മക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. നല്ല സനദുള്ള സഹീഹായ ഖബറിൽ ഇതൊക്കെ വന്നിട്ടുണ്ട് എന്നാണ്. ഒരു ഖബറിലും വന്നിട്ടില്ല. 7 അന്നാണ് അബ്ദുൽ മുത്തലിബ് മുറിച്ചു കളഞ്ഞതെന്നും ഒക്കെയാണ് ചരിത്രത്തിൽ വന്നിട്ടുള്ളത്. ഇതിൽ പറയുന്നത് ജനിച്ചു വീഴുമ്പോ തന്നെ ഈ രൂപത്തിലാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്. അത്തറൊക്കെ പറ്റി സുറുമയൊക്കെ ഇങ്ങനെ കണ്ണിലെഴുതി നല്ല ഒരു സ്വങ്കൻ കുട്ടിയായിട്ടാണ് അങ്ങനെ പുറത്തേക്ക് വന്നത് എന്ന്. വേറെയും ഒരുപാട് കഥകളുണ്ട്. ആമിന ബീവി, ആമിന മുഹമ്മദിന് ഗർഭം ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 10 മാസത്തിലും പള്ള കാണാൻ വേണ്ടി ഓരോരുത്തർ വന്നു എഴുതി വെച്ച മൂല്യന്മാരുണ്ട്. ഓരോരുത്തരെ സമാധാനിപ്പിക്കാൻ വേണ്ടി അഷ്ഹറുൽ അവ്വൽ, അഷ്ഹറുൽ സാനി, അഷ്ഹറുൽ സാലിസ് വന്ന ഓരോ പ്രവാചകന്മാരെ പറ്റി പറയാം. അത്താഹാഫിൽ മനാമി ഇദ്രീസ്, സ്വപ്നത്തിൽ ഇദ്രീസ് നബി വന്നിട്ട് പറഞ്ഞു, പേടിക്കണ്ട, വിഷമിക്കൊന്നും വേണ്ട, നല്ല പ്രസവമായിരിക്കും. അതിനാണല്ലോ അള്ളാണാൻ പോകുക എന്ന് പറഞ്ഞാല് പിന്നീടുണ്ടായ ആചാരമാണല്ലോ. ഞാൻ കുടുംബജീവിതം എന്നുള്ള വിഷയം പറഞ്ഞപ്പോൾ ഇത് വിശദീകരിച്ചിരുന്നു. ആ പത്രമൊന്നും ഇപ്പൊ ഞാൻ അങ്ങോട്ട് എടുത്തിട്ടില്ല, അത് അന്ന് കാണിച്ചിരുന്നു ഞാൻ. എന്തായാലും പറയുന്നത് ആമിന റായുടെ പള്ള കാണലിനാണ് ഒരു ഹെഡിങ്. ആമിന റായുടെ പള്ള കാണൽ വലിയ ഹെഡിങ് ആണ്, 2 കൊലക്ക മുക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അതിലാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ കാണാറുള്ള ഒരു ആചാരമാണല്ലോ പള്ള കാണൽ ചടങ്ങ്. ആ ചടങ്ങിന്റെ പ്രോദ്ഘാടനം നിർവഹിച്ചത് മഹാന്മാരായ പ്രവാചകന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലൊട്ടും അതിശയോക്തിയില്ല. അതിശയോക്തി വേണമെങ്കിൽ ഇമാം വേണ്ടേ? ഇല്ലാത്തവർക്കൊരു അതിശയോക്തി ഉണ്ടാവില്ല. ഏത് കെട്ടുകഥയും പറയാലോ. അതുകൊണ്ട് അതിനെന്താ തെളിവ്? മൗലൂദ് തന്നെ തെളിവ്. മൗലൂദിന് ഇങ്ങനെ ഓരോ മാസവും നബിമാര് സ്വപ്നത്തിൽ വന്നിട്ട് അമിനാവി ഇങ്ങനെ സമാധാനിപ്പിച്ചു പോയി എന്നാണ്. ആ പരിപാടിയാണ് പള്ളകാണൽ ചടങ്ങ്. അതുകൊണ്ട് വഹാബികൾ ഇതൊക്കെ വിവാഹത്തോടനുബന്ധിച്ചുള്ള അനാചാരമായിട്ട് പറയേണ്ടത്. നിങ്ങൾ അതൊന്നും നിർത്തണ്ട. നിർത്തിയാൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പോക്കറ്റിലേക്കും ഇങ്ങോട്ടുള്ളതൊക്കെ ചിലത് നിൽക്കും. അതുകൊണ്ട് ആചാരമൊക്കെ അവിടെ നിന്നോട്ടെ എന്ന മട്ടിൽ. അപ്പൊ എന്റെ വിഷയം അതല്ല, സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ ചില അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ അത് നബിയാണ് പറഞ്ഞു തരേണ്ടത്. ഞാൻ ഇങ്ങനെയാണ് പ്രസവിക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ഖുർആനിൽ ആ കാര്യം പ്രവാചകനിലൂടെ അല്ലാഹു തആല പറഞ്ഞു തരും. ഇനി വേറെ ചില കാര്യങ്ങൾ പറയുന്നത് എന്താണ്? പ്രവാചകൻ ജനിച്ച ആ ദിവസം കൊല്ലക്കണക്കിന് വർഷങ്ങളോളമായി, ആയിരക്കണക്കിന് വർഷങ്ങളോളമായി കത്തിജ്വലിച്ചുകൊണ്ടിരുന്ന പേർഷ്യക്കാരുടെ തീ കെട്ടണഞ്ഞുപോയി. അതേപോലെ തന്നെ വർത്തജ്ജ ഈവാനു കിസ്റ കൊട്ടാരം കിടുകിട വിറച്ചു. അതിൽ നിന്ന് 10-14 വലിയ വലിയ ബിൽഡിങ്ങുകൾ രൂപത്തിലുള്ള ഒക്കെ പൊളിഞ്ഞു വീണു. വഖാലത്തു ബുഹൈറത്തു സാവ, സാവതടാകം വറ്റിപ്പോയി. വാസ്ബഹത്ത് അസ്നാബുദ് ദുനിയാ കുല്ലുഹാ മൻകൂതാ, ദുനിയാവിലുള്ള മുഴുവൻ വിഗ്രഹങ്ങളും തലകുത്തനമറിഞ്ഞു. മുഹമ്മദ് നബിയാണ് പറന്നു വീണ അന്ന് ലോകത്തുള്ള മുഴുവൻ വിഗ്രഹങ്ങളും ആണ് വീണു. എടുത്തു വെച്ചിട്ടൊന്നും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അങ്ങനെ ഖുറൈശികൾ
അന്ന നഫറം മിൻ ഖുറൈശിൻ, ഖുറൈശികളിൽ നിന്നൊരു ഗ്രൂപ്പ് ആളുകൾ കാണൂ എന്ന സനമിൻ മിൻ അസ്നാമിഹിം, അവരുടെ ഒരു വിഗ്രഹത്തിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അന്ന് അവരുടെ ഒരു ആഘോഷവുമായിരുന്നു. അവർ അറുക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, നേർച്ച നേരുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഫഖദ് അഖഫൂ അലൈഹി യഖൂദൂന വയല്ലബൂന ഫദഖലൂ അലൈഹി ഫവജദൂഹു മഖ്ബൂബൻ അലാ വജ്ഹിഹി. എന്ന് നോക്കുമ്പോ വിഗ്രഹമൊക്കെ തലകുത്തി വീണ് കിടക്കുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ഫറദ്ദൂഹു, അതിനടുത്ത് നേരെ നിർത്തി നോക്കി. നേരെ നിർത്തിയപ്പോഴെന്താ സംഭവിക്കുന്നത്? രണ്ടും മൂന്നും വട്ടൊക്കെ നിർത്തി നോക്കി, അപ്പോഴൊക്കെ തലകുത്തി വീഴന്നെ. ബഹുവലായ സഖീം, നേരെ നിൽക്കാൻ വിഗ്രഹം കൂട്ടാക്കണില്ല. ഓക്കെ, നിങ്ങൾ എന്തൊരു കഥയാണ്. മുഹമ്മദ് നബിയിൽ ജനിച്ചു എന്ന് വിഗ്രഹങ്ങൾ ആദ്യം മനസ്സിലാക്കി. വിഗ്രഹങ്ങളൊക്കെ തല കുത്തനെയാണ് വീഴും. എന്നിട്ട് ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ എന്നിട്ട് മൗലൂദിൽ എന്താ നമ്മൾ പാടുന്നത്? വിഗ്രഹങ്ങളോടൊരു ചോദ്യമുണ്ട് മൗലൂദോദിന ആൾക്കാർക്ക്. അയാസാന മല്ലീജില്ലദീ സഫ്ഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ലീറു ബിസ്സുഹബി فإن كنت من ذنب نسينا فإننا نبوء بإقرار ونلبي للذنب أيا صنم الليد الذي صف حوله صناديد من وفد بعيد ومن قربي. നാനാഭാഗത്തു നിന്നും അടുത്തും അകലെയുമൊക്കെയുള്ള പ്രമാണിമാര് വന്നും ഇങ്ങനെ ചുറ്റുഭാഗം കൂടി നിന്നുകൊണ്ട് നിങ്ങളെ ആദരിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹമേ, നിനക്കെന്താ സംഭവിച്ചത്? തനക്കസ്ത മഖ്ലൂബൻ ഫമാദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ലീറു ബിസ്സുഹബി. നീ എന്താ ഇങ്ങനെ തലകുത്തി വീണ് കിടക്കുന്നത്? കാര്യം എന്താച്ചാ ഞങ്ങളോട് പറ. ഫമാദാക കുല്ലനാ, നീ ഞങ്ങളോട് പറ, എന്താ സംഭവിച്ചത്? ഫമിൻ ഹുസ്നിനാ, ഞങ്ങളുടെ ഈ ദുഃഖം കാരണത്താൽ നീ ഇങ്ങനെ കിടക്കുന്നതിൽ, ഞങ്ങളുടെ പടച്ചോനായി നീ ഇങ്ങനെ കിടക്കുന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ഞങ്ങൾക്ക്. ഈ സങ്കടം കൊണ്ട് ഇവിടെയുള്ള മേഘം പോലും കണ്ണുനീര് ഒഴിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇതാ ഖേദിച്ചു മടങ്ങുന്നു. فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي للذنب. ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ വല്ല തെറ്റ് കാരണവുമാണ് നീ ഇങ്ങനെ മറിഞ്ഞു പോയതെങ്കിൽ ഞങ്ങളിതാ ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ കുറ്റസമ്മതം നടത്തുന്നു. അതേപോലെ തന്നെ എല്ലാ തെറ്റുകളിൽ നിന്നും ഞങ്ങൾ ഇതാ മാറി നിൽക്കുന്നു. ഇതാ വിഗ്രഹത്തിനോട് മൂല്യമാരും കുത്തിട്ട് ഇങ്ങനെ തലേനന്റെ മേലെ ഒരു തുണി വിരിച്ച് അതിന്റെ മേലെ വേറൊരു തുണി വിരിച്ച് എന്നിട്ട് ഭക്തിയോടുകൂടെ അങ്ങനെ ഇരുന്നിട്ട് ചെല്ലുകയാണ്. വിഗ്രഹമേനും വിളിച്ചിട്ട് ഈ വിഗ്രഹത്തോട് വിളിച്ച് ചോദിക്കാൻ എന്താ എനിക്ക് പറ്റിയത്? ഇരുമ്പ്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? നബിയോട് ജനിച്ചു എന്ന് കേട്ടപ്പോഴേക്ക് വിഗ്രഹങ്ങളൊക്കെ തലകുത്തി വീണു. ഗണപതി വിഗ്രഹം പാല് കുടിച്ചു എന്ന് പറയുന്നതിനേക്കാളും മെച്ചപ്പെട്ട വേറൊരു കെട്ടുകഥ. എന്താ? മുഹമ്മദ് നബിയിൽ ജനിച്ചു എന്ന് കേട്ട് ആരാദ്യം അറിഞ്ഞത്? വേറെ ആരും അറിഞ്ഞില്ല. വിഗ്രഹങ്ങൾക്ക് ആദ്യം വിവരം കിട്ടി. വിഗ്രഹങ്ങൾ ചലിച്ചു, വീണു, എഴുന്നേൽപ്പിച്ച് നിർത്തി, വീണ്ടും വീണു. വിഗ്രഹങ്ങൾക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ കഴിവുണ്ട്. ഒരു വടി വെച്ചു കൊടുക്കാൻ മറ്റവർക്ക്, ആർക്ക്? മറ്റേയാൾക്ക്. ഗണപതി വിഗ്രഹം പാല് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എത്തി നോക്കിയില്ലേ പത്രക്കാര്? അവർക്കൊരു വേറെ ന്യൂസാ. എന്താ? മുഹമ്മദ് നബി ജനിച്ചു എന്നുള്ള വിവരം കേട്ടപ്പോഴേക്ക് വിഗ്രഹമൊക്കെ തലകുത്തി വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നിമിഷം കുത്തിമറിഞ്ഞ ഈ വിഗ്രഹങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായ ഹറമിലേക്ക് വന്നപ്പോഴോ കുലുങ്ങിയതും കൂടിയില്ല. നബി മുഹമ്മദ് ആയ സമയത്ത്, വെറും മുഹമ്മദായിട്ട് ജനിച്ചു വീണ സമയത്ത് ഇതൊക്കെ തകിടം മറിഞ്ഞു. എത്ര എടുത്തിട്ടും വങ്കലാപ സാഹചര്യം അറിഞ്ഞു. ഫഅലൂദാലിക സലാത്തൻ ബഹുവലായ സഖീം അങ്കൂസ് മൗലൂദിലായത്താണ്. എന്നിട്ടോ നബിയാന്റെ ഹറമിൽ കഅബന്റെ അടുത്തൊക്കെ നബി ഇങ്ങനെ നടന്നിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അശ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകൻ അതിലൂടെ നടക്കുമ്പോ കഅബാലയത്തിന്റെ ഉള്ളിൽ ഈ വിഗ്രഹങ്ങളൊക്കെ സുഖായിട്ട് കുലുക്കം പോലുമില്ല, സുഖായിട്ട് നിന്നു. അങ്ങനെ മക്കാ വിജയ ദിവസം മക്കയുടെ ജേതാവായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാജ്യത്തിന്റെ ഭരണാധികാരിയായിട്ട് ഇങ്ങോട്ട് ഹറമിലേക്ക് വന്നപ്പോഴോ അനങ്ങിയതും കൂടിയില്ല, ഒരു പേടിയില്ല, യാതൊരു വിവരമില്ല, ഒന്നും കിട്ടിയില്ല. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉള്ളിൽ കടന്നിട്ട് ഓരോ വിഗ്രഹത്തിന്റെ ഈ തലക്ക് നാലാൻ കൊടുത്തു. ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിൽ ഇന്നൽ ബാതില കാന സഹൂഖാ. സത്യമിതാ വന്നിരിക്കുന്നു, അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു, അസത്യമെന്നും തകരേണ്ടത് തന്നെയാണെന്ന് പറഞ്ഞ് വിഗ്രഹത്തെ കൊത്തി നിർക്കി പുറത്തുകാൻ വലിച്ചെറിഞ്ഞപ്പോ മാത്രം വിഗ്രഹങ്ങളൊന്നും അനങ്ങി. വേറൊരാളെ അനക്കിയാലല്ലാതെ ഈ സാധനത്തെ കൊണ്ടൊന്നും പറ്റൂല എന്നതിന്റെ അർത്ഥം. അപ്പൊ ഒരുപാട് കഥകൾ
ഒരുപാട് കെട്ടുകഥകൾ. ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ മുഹമ്മദ് നബിനെ സ്നേഹാവൂല എന്നാ പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കതൊന്നും പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ ഖുർആാനോ അല്ലെങ്കിൽ ഹദീസിലോ പ്രവാചകൻ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞാൻ ഇങ്ങനെ ജനിച്ചപ്പോൾ ഇങ്ങനെ ഉണ്ടായി. എത്രയോ അതിന്റെയൊക്കെ മുമ്പ് നടന്ന ഒരുപാട് ചരിത്രം ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നൂഹ് നബിയുടെ ചരിത്രം മുഹമ്മദ് നബി അവിടെ ഉണ്ടായിട്ട് പറഞ്ഞതാ? ഇബ്രാഹിം നബിയുടെ ചരിത്രം മുഹമ്മദ് നബി കണ്ടിട്ട് പറഞ്ഞതാ? ഇല്ല. ഒക്കെ അള്ളാഹുവിന്റെ വഴിയടിസ്ഥാനത്തിൽ നബി അങ്ങനെ സംസാരിച്ചതാ. അതേപോലെ ഇങ്ങനെ തെളിവുകൾ ഉണ്ടായിരുന്നെങ്കിൽ തെളിവുകളിൽ നമുക്ക് ഇതൊക്കെ കാണാൻ സാധിക്കുമായിരുന്നു. അപ്പൊ കെട്ടുകഥകളായി പല അത്ഭുത കൃത്യങ്ങളും പലരും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അവയൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നൊരൊറ്റ കാരണത്താൽ അവയെന്ത് ചെയ്യുന്നു? മാറ്റി നിർത്തുന്നു. അത്തരം കെട്ടുകഥകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ അത് വിശ്വസിച്ചില്ലെങ്കിൽ, അതനുസരിച്ച് അതൊരാൾ അംഗീകരിച്ചില്ലെങ്കിൽ അവൻ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്താണ് എന്ന പ്രചരണം ശരിയല്ല. അതാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുന്നു. മുഅ്ജിസത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യങ്ങളാണ്. അവയെ ഒരു നിലക്കും തള്ളിക്കളയുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. പക്ഷേ ആ മുഅ്ജിസത്തുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ കഴിവോ അവരുടേതായ സ്വന്തമായ നിലക്കുള്ള പ്രവർത്തനങ്ങളോ അല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനോ അല്ലെങ്കിൽ അന്നൊരു മുഅ്ജിസത്തുകൾ ഇന്ന് പ്രവാചകന്റെ കൈ കഴിഞ്ഞുപോയിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ അവരോട് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഇസ്ലാം അത് കർശനമായി എതിർത്തിരിക്കുന്നു. അത് തെറ്റാകുന്നു. ഈ ഒരു വസ്തുതയാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്നവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ജനങ്ങളുടെ മുമ്പാകെ പൊക്കിക്കാണിക്കാൻ ഒരുപാട് ആയത്തുകളുണ്ട്, തെളിവുകൾ. അവർ പറയുന്ന ആ തെളിവുകളും ആ തെളിവുകളുടെ ദൗർബല്യങ്ങളും, തെളിവുകളുടെ ദൗർബല്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവരതിന് നൽകിയ ദുർവ്യാഖ്യാനങ്ങൾ എന്താണെന്നും ശരിയായ വ്യാഖ്യാനം എന്താണ് മുഫസ്സിരീങ്ങൾ നൽകിയതെന്നും വിശദമായി നാം മനസ്സിലാക്കിയാൽ കാര്യം വളരെ എളുപ്പമായി തീരും. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് മുതൽ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സത്യത്തെ സത്യമായി തന്നെ മനസ്സിലാക്കുവാനും അത് അംഗീകരിക്കുവാനും അസത്യത്തെ അസത്യമായി കണ്ട് അതിനെ തിരസ്കരിക്കുവാനും തള്ളിക്കളയുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.